ഹലോ, എല്ലാവർക്കും രത്നരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ നിന്ന് ചുള പറിച്ച് വെച്ച ചക്കയാണ് കേട്ടോ. ഈ ചക്ക നമ്മൾ ഒരു സ്റ്റീം വരുത്തിയാൽ മതി. കുക്കറിലിട്ടിട്ട് നമുക്ക് പ്രഷർ പാനിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ ഇട്ടിട്ട് ഒരു സ്റ്റീം വരുത്തുക, അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്ത ചക്കയാണ് ഇത്. അപ്പോൾ ഇത് ഇന്നലെ വേവിച്ചതാണ്. ഒറ്റ സ്റ്റീമേ വരുത്തിയിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ മഴ പെയ്ത കാരണം വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇന്ന് ആ വെള്ളം കളയാം നമുക്ക്. എന്നിട്ട് പിന്നെ ഇത് വെന്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. മിക്സിയിൽ അരയ്ക്കുന്നില്ല കേട്ടോ. മിക്സിയിൽ അരയ്ക്കാതെ പണ്ട് ഉണ്ടാക്കാറില്ലേ നമ്മൾ, അങ്ങനത്തെയാണ്. പണ്ടത്തെ കാലത്ത് മിക്സിയൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിങ്ങനെ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേമാതിരിയാണ് ഇപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്യും. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം ടൈം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇളക്കിയാൽ മതി. അങ്ങനെ ഇളക്കി നല്ല കട്ടയാകുമ്പോൾ ഇത്തിരി കൂടി ശർക്കര ഇടാം. ശർക്കര ഇട്ട് നെയ്യ് ഒഴിക്കാം. അങ്ങനെ പിന്നെ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ. ഇത് മിക്സിയിൽ അരച്ചതാണ്. മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണിത് കണ്ടോ. ഇത് മിക്സിയിൽ അരച്ചത്. പക്ഷേ മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഇതാണ്. ഇങ്ങനെ വേവിച്ചിട്ട് ഇളക്കി എടുക്കുന്നത്. ഇളക്കുകയാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും നമുക്കിത് ചെയ്യേണ്ട. കുറേ ദിവസം അങ്ങനെ ഇളക്കി ദിവസം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോകാൻ. എനിക്ക് ഇനി അടുക്കളയിൽ വേറെ ജോലിയില്ലേ. അപ്പോൾ ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഈ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ഈ വൈകുന്നേരം വേണമെങ്കിൽ ഒന്ന് ഇളക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അത് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ വീണ്ടും നാളെ രാവിലെയോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും വിളക്കാൻ മറക്കണ്ട. ഒന്നും കൂടി ശർക്കര ഇട്ടിട്ട് നല്ലോണം നമുക്ക് വരട്ടിയെടുത്തിട്ട് അപ്പോൾ ഇതേപോലെ ആവും കേട്ടോ. താങ്ക് യു സോ മച്ച്.